നമ്മുടെ ഗ്രാമം മണക്കടവ് എല്ലാ കാര്യത്തിനും വളരെ മുന്നിലാണ്. 2010 കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഈ വില്ലേജ് എന്ന കൂട്ടായ്മ രൂപപ്പെട്ടു. അതിൻ്റെ 15ാം വാർഷികം ഈ വരുന്ന 25ാം തീയതി കുന്നംകുളങ്ങര MUP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ പദ്ധതി തന്നെ കോവിഡ് കാലത്ത് സർക്കാർ ഏറ്റെടുക്കുകയും അതിനുശേഷം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലത്തും ഈ മുറ്റം എന്ന പദ്ധതിയിലൂടെ കേരള സർക്കാർ നടപ്പാക്കുകയാണ്. അത് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു വിജയമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതി ഈ രൂപത്തിൽ എത്തിയതിൻ്റെ ആഘോഷം കൂടിയാണ് ഈ വരുന്ന 25ാം തീയതി മണക്കടവിൽ കുന്നംകുളങ്ങര MUP സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട MLA പങ്കെടുക്കുന്നു. ഷാജേട്ടാ, ഈ പരിപാടിയിൽ എന്തൊക്കെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വിശദീകരിച്ചോളി. ഈ പരിപാടിയിൽ മെറ്റാവേഴ്സ് എന്ന പുതിയ സാങ്കേതിക വിദ്യ മണക്കടവിലെ പുതിയ തലമുറക്കും പഴയ തലമുറക്കും നമ്മൾ ഇവിടെ സൗജന്യമായി പരിചയപ്പെടുത്തുന്നു. കൂടാതെ ശിരൂരും വയനാട്ടിലും ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ഓടിയെത്തി സേവന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു. അവരെ നമ്മുടെ ഈ ഗ്രാമം ആദരിക്കുകയാണ്. കൂടാതെ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ആദരിച്ച കുട്ടി കർഷകൻ, കൂടാതെ നമ്മുടെ ഗ്രാമത്തിലെ 2ാമത് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച DYSP ശ്രീ പാറക്കണ്ടിയിൽ ഷിബുവിനെയും ആദരിക്കുന്നു. ഷാജേട്ടാ, നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ മെഡൽ ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് സജി ഷിനോബ് നമ്മുടെ പോലീസ് മെഡൽ മുഖ്യമന്ത്രിയുടെ അവാർഡ് ജേതാവായിരുന്നു. നമ്മുടെ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. നിരവധി വളരെയധികം പോലീസുകാരും അതുപോലെ സേവന രംഗത്ത് അധ്യാപകർ ഉള്ള ഒരു ഗ്രാമമാണ്. കൂടാതെ പട്ടാളം, മറ്റ് സർക്കാർ ജീവനക്കാരും സഹകരണ മേഖലയിലുള്ള നിരവധി സർക്കാർ മേഖലയിലുള്ള ജീവനക്കാരുള്ള ഒരു ഗ്രാമമാണ് നമ്മളത്. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ഗ്രാമത്തിനുണ്ട്. ഷാജേട്ടൻ, എനിക്ക് ഈ പരിപാടിയിൽ ആകർഷണീയമായി തോന്നിയത് നമ്മുടെ ഗാനാലാപന സദസ്സാണ്. അതിനെപ്പറ്റി ഷാജേട്ടൻ എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനുള്ളത്, നമ്മുടെ ഗ്രാമത്തിൽ പ്രൊഫഷണലായിട്ട് പല പരിപാടികളിലായിട്ട് പാടുന്ന ഗായകരുണ്ട്. അവർക്കൊരു അവസരം കൊടുക്കുകയാണ് ഈ വില്ലേജിന്റെ ഈ കൂട്ടായ്മയുടെ പരിപാടിയിൽ. പിന്നെ പ്രധാന ഒരു പരിപാടി, നമ്മുടെ ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ച, അതായത് 80 വയസ്സ് കഴിഞ്ഞ നിരവധി ആളുകളുണ്ട്. ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ച ഈ ആളുകളെ എല്ലാം നമ്മുടെ ഗ്രാമം ആദരിക്കുകയാണ്. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി പ്രത്യേകമായിട്ട് നമ്മൾ അവരെ ആദരിക്കുന്നത്. നമ്മൾ പിന്നിട്ട കാലങ്ങൾ മറന്നു പോകരുത്, അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ പരിപാടി. ഈ പരിപാടി കഴിഞ്ഞാലും അവശേഷിക്കുന്ന ഒരു വലിയ പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടുകാർക്ക്, പ്രിയമുള്ളവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ നാടിൻ്റെ വലിയ മുതൽക്കൂട്ട്. നമ്മുടെ നാട് ഇതുവരെ ചെയ്യാത്ത, മണക്കടവിൻ്റെ കഴിഞ്ഞ കാലത്തുള്ളവർക്കും ഇനി വരുന്ന തലമുറക്കും പഠനത്തിനും വേണ്ടിയുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഡോക്യുമെൻ്ററിയിലേക്ക് ഈ നാടിൻ്റെ എല്ലാ വിവര സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും, അതായത് ഫോട്ടോകൾ, പഴയകാല റെക്കോർഡിങ്ങുകൾ, ഇത്തരം സാധനങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ നേരിട്ട് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വിവിധങ്ങളായ 6 പരിപാടികളും തുടർന്ന് നമ്മുടെ ഡോക്യുമെൻ്ററിയും, നാടിൻ്റെ മുതൽക്കൂട്ടായ ഡോക്യുമെൻ്ററിക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് നമ്മുടെ എല്ലാ നാട്ടുകാരുടെയും സഹായം സാറിന് അഭ്യർത്ഥിക്കുകയാണ്. പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ പരിപാടി തത്സമയം കാണാനുള്ള ഒരു സംവിധാനം കൂടെ ഈ വില്ലേജ് കൂട്ടായ്മ ഒരുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഗൂഗിൾ പേ സംവിധാനത്തിനോടുകൂടി ഈ പരിപാടിക്ക് വേണ്ട സാമ്പത്തിക സഹായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് നല്ലൊരു സാമ്പത്തിക ആവശ്യകത ഉണ്ട്. അപ്പോൾ
എല്ലാവരും തന്നെ ഷാജിട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഈ ഗൂഗിൾ പേയിലേക്ക് നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക. കുടുംബസമേതം വനിതകളും ഫാമിലി എല്ലാവരും ഈ പരിപാടിക്ക് വന്ന് ഈ പരിപാടി ഭംഗിയാക്കി എല്ലാവരും പങ്കെടുക്കുക.